ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ്ലോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷാരിസ് മുഹമ്മദ് കഥ തിരക്കഥ എഴുതി ബിൻഡോ സ്റ്റീഫൻ ഡയറക്റ്റ് ചെയ്ത ദിലീപ്, ജോണി ആന്റണി, റാണിയ റാണ എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത് ഈ വർഷം അതായത് 2025 മെയ് 9 റിലീസ് ചെയ്ത 2 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മലയാള സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങളുടേത് മാത്രം. റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ആരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ടുണ്ടോ എല്ലാവരും നെഗറ്റീവാണ് പറഞ്ഞേക്കുന്നത്. ഫേമസ് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാർ തൊട്ടിട്ട് അത്രയ്ക്ക് ഫേമസ് അല്ലാത്ത ആൾക്കാരെ നോക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും ബോർ സിനിമ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്യുന്നതാണ് കാണുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. ദ ബെസ്റ്റ് മൂവി എവർ വാച്ച്ഡ് എന്നൊന്നും പറയണില്ല, എന്നാൽ ഇറ്റ് ഇസ് ഗുഡ് അല്ലെങ്കിൽ വെരി ഗുഡിന്റെ ഇടയ്ക്ക് നിർത്തുന്ന ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഒറ്റ വാക്കി പറഞ്ഞ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ഗോ വാച്ച് ദ മൂവി, അത്രേ ഉള്ളൂ പരിപാടി. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പരിപാടി പിടിക്കുക. ഈ സിനിമയുടെ ബേസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പ്രിൻസിന്റെ കല്യാണപ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദ സോ കോൾഡ് സൊസൈറ്റി പറയുന്ന ഒരു ഏജും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹമായിട്ട് നിൽക്കുകയാണ്. പ്രിൻസിന്റെ അച്ഛനും അമ്മയായിട്ട് വരുന്നതാണ് സിദ്ദിഖും ബിന്ദു പണിക്കരും. ഇവർക്ക് 3 മക്കളാണുള്ളത്. ഏറ്റവും മൂത്തതാണ് ദിലീപ് ചെയ്യുന്ന പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് ധ്യാനുണ്ട് ആ ഒരു ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് ജോസ് കുട്ടി ജേക്കബ് ചെയ്യുന്ന ഏറ്റവും ഇളയ അനിയൻ ആ ഒരു ക്യാരക്ടർ. അപ്പോൾ ഓൾറെഡി അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇളയാളുടെ. പിന്നെ നടുക്കത്തെ ആളുടെ കല്യാണം ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിന്റെ, അതായത് ദിലീപ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ കല്യാണം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കല്യാണം നടക്കുമോ എന്നൊക്കെ ഉള്ളതാണ് ഫസ്റ്റ് ഹാഫിൽ വരെ. സെക്കൻഡ് ഹാഫ് കല്യാണം കഴിഞ്ഞ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഉള്ളത്. ഈ ഒരു പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ കൂടുതൽ വലിയ കൺഫ്യൂഷനോ കാര്യങ്ങളോ സ്പോയിലറോ ഒന്നും അല്ല, അതുകൊണ്ട് മാത്രമാണ് അത് എന്താണെന്നുള്ള പറയുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ടു ബി ഓണസ്റ്റ് ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞ സാധനം എത്തുന്നത്. അതുവരെ ഈ ഒരു പ്ലോട്ട് സെറ്റിംഗ് ആണ് നടക്കുന്നത്. പ്രിൻസിന്റെ ഫാമിലി എന്താണ്, അവര് എന്താണ് നടക്കുന്നത്, പ്രിൻസിന്റെ ജോലി എന്താണ്, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, പ്രിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, ആ സൊസൈറ്റി എങ്ങനെയാണ്, അവിടുത്തെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാർ, അതൊക്കെ റിവോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ പോകുന്നത്. അതുപോലെ തന്നെ മഞ്ജു പിള്ള ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഒരു റോള് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴത്തേനും പിന്നെ കുറച്ചും കൂടി ഇന്റൻസ് ആവുകയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി കോമഡി പരിപാടികളൊക്കെ ആയിട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടി ദ പ്ലോട്ട് തിക്കൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നത്. അവിടെയാണ് കുറച്ചും കൂടി സീരിയസ് ഒക്കെ ആവുന്നത്. ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഓർക്കുക എന്നുള്ളത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലോട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്, പക്ഷെ അതിനെ അവർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മേക്ക് ബിലീഫ് എന്ന് പറയുന്നതാണ് ഞാൻ ഏതൊരു സിനിമയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു സാധനം. ഈ ഒരു ക്യാരക്ടർ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇവന്റ്സ്, ആ ഒരു ഫാമിലി, ആ ഒരു സൊസൈറ്റി ആണെങ്കിലും ശരി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ പരിചയമുള്ള ആൾക്കാർ, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബിസിനസ്, ഇതെല്ലാം മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞ സാധനം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിലിംഗ് ആണ്. ഓരോ ക്യാരക്ടറിന്റെ ബേസ് ലൈൻ ക്യാരക്ടർ എന്താണ്, അവരെങ്ങനെ പെരുമാറുന്നു, എന്താണ് അവരടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവും. കാര്യം ആ ഒരു ബേസ് ലൈൻ ഓൾറെഡി സെറ്റാണ്. അതുമാതിരി തന്നെ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ശരി, സിറ്റുവേഷൻസ് ആണെങ്കിലും, ഒരു ചെറിയ ചിരി ആണെങ്കിലും ശരി. ഇതിലെ 2 അനിയന്മാരുണ്ടല്ലോ ദിലീപിന്റെ, അവര് വലിയ പണിക്കൊന്നും പോകാതെ കള്ളൊടിച്ച് നടക്കുന്ന ഒരു ടീംസ് ഉണ്ട് 2 പേരും. ആ 2 പേരിലും ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഒറ്റയടിക്ക് പറയുമ്പോൾ അവർ വലുതായിട്ട് പണിക്കൊന്നും പോകില്ല, അത്ര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരല്ല എന്നൊക്കെ പറയാം. അതിലുണ്ട് ഡിഫറൻസ് ഉണ്ട്. ബിന്ദു പണിക്കറിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ഒരു പ്രോഗ്രഷൻ ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോൾ ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തമ്മിൽ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഭയങ്കര അല്ല, ചെറുതാണെങ്കിൽ പോലും അത് ബിലീവബിൾ ആണ്. അതുമാതിരി തന്നെ സിദ്ദിഖിന്റെ ഒരു ക്യാരക്ടർ ആണെങ്കിലും ശരി, ദിലീപിന്റെ ഒരു ചേഞ്ച് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പുള്ളിക്കാരന്റെ ഒരു പ്രൈവസി റിലേറ്റഡ് ഒരു സാധനം, വളരെ ചെറിയൊരു ഡയലോഗ് ഇട്ടാണ് അവർ പറയുന്നത്. ഒരുപാട് എംഫസിസ് ചെയ്തിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അവിടുന്ന് സെക്കൻഡ് ഹാഫിലോട്ട് ദിലീപ് വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്, ദിലീപിന് വരുന്ന. അത് എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെയുള്ള അങ്ങനെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രിഞ്ച് എന്ന് തോന്നുന്ന ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മുടെ ദിലീപിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ സാരി ഉടിപ്പിക്കുന്ന ചെറിയൊരു പരിപാടി, പിന്നെ ഇച്ചിരി നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള ചെറിയ ചെറിയ ഡയലോഗ്സിന്റെ സാധനങ്ങളും, പിന്നെ ഒരു സെക്കൻഡ് ഹാഫിൽ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേനും ഒരു ഇവന്റ് ഉണ്ട്, ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു മേജർ ആയിട്ടുള്ള സാധനം. അതിൽ ഒട്ടും ലോജിക് ഇല്ല ആ ഒരു സിംഗിൾ പോയിന്റിന്. പക്ഷേ അവര് ഈ ഒരു കഥ കൊണ്ടുവന്ന് നിർത്തേണ്ട ഒരു പോസിറ്റീവ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തണം എന്നുള്ള ഒരു രീതിയിൽ കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമാണ് ഇങ്ങനെയുള്ളൊരു കഥയിൽ. ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം എൻ്റെ പ്രസൻസ് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും ആ ഒരു മൂവീനെ. ബിലീവബിൾ ആണോ എന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. ആ ഒരു സിംഗിൾ ഇൻസിഡന്റ് അത്ര ബിലീവബിൾ അല്ല ഇതിന്റെ ക്ലൈമാക്സ് ആ ഒരു പോർഷനിലേക്ക് എത്തുമ്പോൾ. പക്ഷേ
മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനം പ്രോപ്പറായിട്ട് നടന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഇഷ്യൂ ആയിട്ട് വരില്ല. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന മൂക്കിനകത്ത് ഉണ്ണി മൂന്ന് കൊന്ന് തള്ളുകയാണ് ആൾക്കാർ, പട്ടപട്ടാന്നും പറഞ്ഞ് കൊല്ലുന്നുണ്ട് എല്ലാവരും. പോലീസ് എന്ന് പറഞ്ഞൊരു സാധനം ആ ഒരു സിനിമയിൽ നമുക്ക് കാണാം, പോലീസ് ഉണ്ട് എന്നറിയാം. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നതിന് പോലീസിന്റെ എന്താ പറയുക ഇൻവോൾവ്മെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും പേരെ കൊന്നിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷനോ ഒരു കാര്യവും വന്നില്ല. നമ്മൾ ആലോചിക്കുമ്പോഴത്തേനും അതൊന്നും ഇത്രയും പേരെ കൊന്നിട്ട് ഇങ്ങനെ ബ്രൂട്ടലായിട്ട് പബ്ലിക്കായിട്ട് കൊന്നിട്ട് പോലും എന്തുകൊണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ വന്നില്ല എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ തലയിൽ വരാം. പക്ഷെ അതിനുള്ള സമയം നമുക്ക് തന്നിട്ടില്ല. നമ്മൾ അത്രയും എൻഗേജ്ഡ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ഈ പോലീസൊക്കെ എവിടെയെന്നുള്ള തോന്നൽ വന്നില്ല. സെയിം ഈ ഒരു സിനിമയിലും ആ ഒരു ചെറിയ പോർഷനിൽ ചെറിയൊരു ഒരു ക്ലാരിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഇന്ന ഒരു ഏരിയയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ എസ്പെഷ്യലി ഊർവശി മാമിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ചെറിയ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഓവറാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ഒരു കഥയുടെ ഭാഗമായിട്ട് നമുക്കത് കണ്ണടയ്ക്കാം. അത് ഓക്കെ, അത് എന്തോ ബ്ലാ 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 എന്നുള്ള രീതിയിൽ നമുക്ക് വിട്ടുകൊടുത്താലും കൺവിൻസിങ് എനഫാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. അതിൻ്റെ സ്ക്രീൻ പ്ലേ ഗംഭീരമാണ്. ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലോട്ട് പോകുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട്. അത് ഡയലോഗ്സ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ലിങ്ക് ആണെങ്കിലും ശരി, ട്രാൻസിഷൻ വിഷ്വലി ഉള്ള ട്രാൻസിഷൻ ആണെങ്കിലും ശരി, റിലേറ്റ് ചെയ്യാം. പല സീൻസ് നമ്മൾ റിലേറ്റ് ചെയ്യും. അതുമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലുള്ള ചെറിയ ചെറിയ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കുന്ന ഒരു സാധനം വരുമ്പോഴത്തേനും അവരത് പ്രോപ്പർലി നമുക്ക് വേറൊരു ആംഗിളിൽ ലൈക്ക് നമ്മുടെ നസറിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ സൂക്ഷ്മദർശിനി, അതിൻ്റെ അകത്ത് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേന് ഫസ്റ്റ് ആ ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷെ അത് കാണിക്കുന്ന വേറൊരു ആംഗിളിലാണ് ആ ഒരു സീൻ കാണിക്കുന്നത്. സെയിം സാധനം അല്ല പ്ലേ ചെയ്യുന്നത്, വേറൊരു ആംഗിളിലാണ്. അപ്പം അതുപോലത്തെ പരിപാടിയൊക്കെ അവർ ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ബീജംസ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക് നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേര് മ്യൂസിക് അത്ര കൊള്ളാന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസം ഉണ്ടായിരുന്നു. ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും ബീജം ഒക്കെ തന്നെ ഒരു ഇമോഷണൽ ഒരു ട്രാക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ. അതൊക്കെ തന്നെ നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്ന എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീപ് ആണെങ്കിലും ശരി, ഇപ്പം പറഞ്ഞ റാണ ആ ഒരു ഹീറോയിൻ ആണെങ്കിലും ശരി, സിദ്ദിഖ് സാർ ആണെങ്കിലും ശരി, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ളை, എല്ലാവരും, നമ്മുടെ ജോണി ആന്റണി സാർ, അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരൻ്റെ ഒരു അഭിനയം. ഒരുപാട് പേര് വെറുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇവരുടെ എല്ലാവരുടെ പെർഫോമൻസും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ വേറൊരു 2 ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും ഗംഭീരമായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ഒരു റോള് ചെയ്യുന്ന ഒരു പ്രായമുള്ള ഒരാളുണ്ട്. ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ഇറ്റ്സ് റിയലി ഗുഡ്. അത് എന്തുകൊണ്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയില്ല. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. മസ്റ്റ് വാച്ച് മൂവി ആണോ എന്ന് ചോദിച്ചാൽ നോട്ട് അറ്റ് ഓൾ. ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും 2 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ വേസ്റ്റ് ആയെന്ന് ഒരിക്കലും തോന്നൂല. ഗുഡ് അല്ലെങ്കിൽ വെരി ഗുഡിൽ ഓൾമോസ്റ്റ് വെരി ഗുഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. ഇതിൽ ഒരിടത്ത് പോലും എനിക്ക് കണക്ഷൻ കിട്ടാതിരുന്നിട്ടില്ല. ക്ലൈമാക്സിൽ എത്തുമ്പോൾ കുറേ ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കൊള്ളും. ആ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം, ആ ഇമോഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ലാസ്റ്റ് വരെ നമുക്കൊരു ക്യാരക്ടറിൻ്റെ ഒരു കണക്ഷൻ കിട്ടണം എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും നമുക്ക് കണക്ഷൻ തോന്നും. എല്ലാവരും ഒറിജിനൽ റിയൽ ആയിട്ടുള്ള ആൾക്കാരാണ്. മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനം ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലൈമാക്സിൽ ആ ഒരു സാധനം കിട്ടുന്നത്. ലാസ്റ്റ് കുറച്ച് നന്മയൊക്കെ കുറേയൊക്കെ വാരി വെതറിയിട്ടുണ്ട്, വിച്ച് ഇസ് ഫൈൻ, കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സിനിമയിൽ ലാസ്റ്റ് ഒരു നന്മ എന്നുള്ളൊരു പരിപാടി, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോപ്പ് എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ കൊണ്ട് നിർത്തുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ചില മൂവീസൊക്കെ നമ്മൾ പഴയ തന്നെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഉണ്ടാവും, നമ്മളത് പിന്നെയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കാണില്ല. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു പോസിറ്റീവ് നോട്ടിലായിരിക്കില്ല. പക്ഷേ അതിൻ്റെ ഒരു സിനിമയുടെ പേര് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, കണ്ണ് കണ്ടിടാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ണൊക്കെ റെഡിയാക്കി കൊടുക്കും, മറ്റേ പാട്ട് പാടി മരിക്കുന്ന മറ്റേ കത്തുകുത്ത്, എനിക്ക് പേര് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേര് മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചധികം സിനിമകളുണ്ട്, നമുക്ക് എന്നെ ഒന്ന് കൊല്ലാത്തായിരുന്നൂടെ മറ്റേ ആ സിനിമ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് നോട്ടിലാണ് നിന്നിരുന്നെങ്കിൽ നമ്മൾ പിന്നെയും ചിലപ്പോൾ ഒരു സിനിമ റീവാച്ച് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ദർ ഇസ് എ ഹോപ്പ്. ആ ഒരു ജീവിതത്തിൻ്റെ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഈ സിനിമ വേണമെങ്കിലും ഒരു നെഗറ്റീവ് നോട്ടിൽ ഒബ്വിയസ്ലി നിർത്താൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഒരു പോസിറ്റീവ് നോട്ടിൽ ഒരു പ്രതീക്ഷ, ഈ സിനിമ കാണുന്നവർക്ക് ഒരു പ്രതീക്ഷ എന്നുള്ള ഒരു രീതിയിലാണ് അവർ നിർത്തിയേക്കുന്നത്. അത് ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും അവരുടെ ഒരു ഫ്രീഡമാണ്, അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. അത് അംഗീകരിക്കുക എന്ന് മാത്രമാണ്. എനിക്കത് കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആയിരുന്നു. അതുമാതിരി തന്നെ ക്ലൈമാക്സിൽ ഒരു എൻഡ് നോട്ടുണ്ട്. അവിടെ അവർ ക്ലിയർലി ഇന്ന ക്യാരക്ടർ ഇങ്ങനെ ആയി അല്ലെങ്കിൽ ഒരു പരിപാടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ
ഇറ്റ്സ് ലൈക്ക് തീർന്നു എന്നിട്ടൊരു ഒരു ഒരു എൻഡ് ഒരു നോട്ട് എന്നുള്ള ഒരു സാധനം അവർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന രേണു സാറാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. അതെല്ലാം കോർത്തിണക്കി വെച്ചേക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ്, സാഗർ ദാസാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തത്. ചില സീൻസിലൊക്കെ തന്നെ ചില സീൻസ് വർക്ക് ആകണമെങ്കിൽ അവൻ്റെ എഡിറ്റിംഗ് ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ചില സീൻസ് ചിലപ്പോൾ എഡിറ്റിങ്ങിന് അത്രയും ഒരു ഇമ്പാക്റ്റ് കൊടുക്കണമെന്നില്ല, പക്ഷെ ചില സീൻസിന് അവർ എഡിറ്റിംഗ് കൊടുക്കുന്ന ഒരു വാവ് സംഭവമുണ്ട്. അത് കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ വർക്ക് ആയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മ്യൂസിക് സനൽ ദേവാണ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീജം ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അത് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ, ആപ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. സൗണ്ടിങ്ങും ഗംഭീരമാണ്. നല്ല രീതിയിൽ തന്നെ സൗണ്ടിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെയാണ് നമ്മൾ ആ ഒരു സ്ഥലത്താണ്, ആ ഒരു ലൊക്കേഷനിലാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഗംഭീരമായിട്ട് ഈ ഒരു സിനിമയെ എലിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയിൽ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഏറ്റവും കൂടുതൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് അതിന്റെ ഡയറക്ടറിനാണ്. കാര്യം ഡയറക്ടർ ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് തീരുമാനിച്ച് അവർ ആ രീതിയിൽ പെർഫോം ചെയ്യിപ്പിച്ചു എന്നാണ് അർത്ഥം. ഈ ഒരു സിനിമയിലെ എല്ലാവരുടെ അഭിനയം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് എനിക്ക് പറയാനുള്ളത് ഡയറക്ടറിന്റെ കൂടെയും കുറച്ചൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററിനുമാണ് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. എസ്പെഷ്യലി ഡയറക്ടറിനാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും എല്ലാവരുടെ അഭിനയം റിലേറ്റബിളും നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഭയങ്കര എനർജി, ഒരു പാക്ഡ്, ചെറിയൊരു ഒരു കോമഡി, ഒരു ഫൺ, ഒരിക്കലും ബോർ പരിപാടി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരിടത്ത് പോലും എനിക്ക് ലാഗ് തോന്നിയിട്ടില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, സ്മോൾ മൂവി, ഒരുപാട് ലെങ്ത് ഉള്ള മൂവി അല്ലെങ്കിൽ പോലും ലാഗ് എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളിങ്ങനെ ഓരോ ഇവൻറ്റ്സ് അവർ പ്രോപ്പർലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഓരോ ഇവൻറ്റ്സ് ഉണ്ടാവും. ആ ഇവൻറ്റ്സ് എല്ലാം കൂടെ അവർ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്തൊരു കഥ ബിൽഡ് ചെയ്യുക. ഇത് അങ്ങനെയല്ല. ഈ ഒരു ക്യാരക്ടറിന് കറക്റ്റായിട്ടൊരു ആർക്കുണ്ട്, ഒരു ക്യാരക്ടറിൻ്റെ പ്രോഗ്രസ് ഉണ്ട്, ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് പലയിടത്തോട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു സിംഗിൾ പ്ലോട്ടിലല്ല നിൽക്കുന്നത്. പലയിടത്ത് പല രീതിയിൽ അവർ അത് കൊണ്ടുവന്നിട്ടില്ല. കുറേ രീതിയിൽ അവർ മേർജ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് കൺവിൻസിങ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ദയവ് ചെയ്ത് താഴെ കോമൻറ്റ് ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു റിവ്യൂസിൽ എല്ലാവരും നെഗറ്റീവ് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. അപ്പം എൻ്റെ റിവ്യൂവിൽ ഞാൻ മാത്രമാണ് ഈ ഒരു സിനിമ കണ്ടിട്ട് ഗംഭീരം എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കി സിനിമ ഒരു നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അത് ദിലീപ് സാറിൻ്റെ കൂടെയുള്ള ഒരു എന്താ പറയുക, ആൾക്കാരുടെ ഒരു സ്നേഹവും പിന്നെ കുറച്ചൊരു ഫൺ, കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂവി എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം. നിങ്ങളപ്പോൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. അതുമാതിരി തന്നെ 10ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി ഇടുക. നമുക്ക് നോക്കാം എത്ര പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, എത്ര പേർക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൺടിൽ ദെൻ ബൈ.